ഇത് ഏതാണ്ട് വലിയ ഇടപാടാ കൊച്ചെ. ഇത് കൊച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊല്ലാൻ തന്നെയുള്ള പരിപാടിയായിരുന്നു. ആദ്യം ചെറി, പിന്നെ ഒരു മുന്നറിയിപ്പില്ലാതെ ജോലി കളഞ്ഞില്ലേ. ഇപ്പം ഇത് ആരുണ്ടൊക്കെ കൊല്ലാൻ നടക്കണം. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ കൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സിത്താര, സിത്താര. എനിക്കറിയാം, ഞാൻ ഈ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. ഒരുപാട് നേരമല്ല എനിക്ക്. ഇന്ന് രാത്രി ഫ്ലൈറ്റിന് ഞാൻ ദുബായിക്ക് പോകും ചേച്ചിയുടെ അടുത്തേക്ക്. അതിനു മുമ്പ് നിങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. എന്താ സിത്താര, എന്താ കാര്യം? 2 ദിവസമായിട്ട് പേടിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അവരുടെ പുറകെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ആര്? ജെറിയെ കൊന്നവർ. വാട്ട്? എന്താ സിത്താര ഈ പറയുന്നത്? കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ ബാങ്കിൽ 2 പരാതിക്കാർ വന്നിരുന്നു. ജെറിയുടെ പാസ് കീ ഉപയോഗിച്ച് നടന്നൊരു വലിയ ബാങ്കിങ് സ്കാം ആയിരുന്നു അത്. ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള വാശിയിലായിരുന്നു ജെറി. ഫൈനലി ഹി ഫിഗേർഡ് ഇതിൻ്റെയൊക്കെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന്. വെട്രിവേൽ ഷൺമുഖസുന്ദരം? അതെ, അയാളുടെ മെയിൻ അക്കൗണ്ട് ഞങ്ങളുടെ ബ്രാഞ്ചിലാ. വെട്രിവേലിൻ്റെ സിൻഡിക്കേറ്റ് പൊട്ടിയ ഇന്ദുവിൻ്റെ ബ്രാഞ്ച് പ്രതിസന്ധിയിലാവുന്ന ജെറിക്ക് അറിയായിരുന്നു. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ദുവിനെ കാണാൻ ജെറി എന്ന് വന്നത്. പക്ഷേ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ഞാനൊരു 100 തവണ അവനോട് വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. കേട്ടില്ല. ഇന്ദുവിൻ്റെ ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും അവൻ എന്നെ വിളിച്ചിരുന്നു. അതിന് ഞാൻ വിളിച്ചിട്ട് അവളെ ഫോൺ എടുക്കണ്ടേ? നീ പറ്റുമെങ്കിൽ അവളെ ഒന്ന് വിളിച്ചു നോക്ക്, എന്നിട്ട് ഫയൽസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്ക്. എടാ, ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ടാ പുള്ളിക്കാരിയെ വിളിക്കണ്ടേ? 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ സിത്തു. അമ്മച്ചി, ജോസേട്ടേ വന്നോ? ഇല്ലടാ മോനെ, ഈ മാറ്റിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. മക്കള് പോയി എടുത്തോ. അമ്മച്ചി വന്നേക്കാം. ഈ മേലൊന്ന് വേർത്തോട്ടെ. ശരി അമ്മച്ചി. സിത്തു പറ. എനിക്ക് ഇന്ദുവിന് അത്ര പരിചയമില്ല ജെറി. ഒറ്റ തവണയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. എടാ, നീ ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. വീഡിയോ കോൾ ഒന്ന് ഓൺ ചെയ്തേ. കണ്ടാ, ഒന്നും പറ്റിയിട്ടില്ലെന്നേ. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ജോസേട്ടയുടെ ഫ്ലാറ്റിലെത്തിയില്ലേ? ഇനി ആർക്കും എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റൂല. എല്ലാം ജോസേട്ടായി നോക്കിക്കോളൂ. സിത്തു, ജോസേട്ടായി വന്നെന്നാ തോന്നുന്നത്. ജോസേട്ടായി അവനെ രക്ഷിച്ചോളൂ എന്നായിരുന്നു ജെറിയുടെ വിശ്വാസം.
പക്ഷേ ജോസേട്ടായി വേണ്ട. സോറി ജെറി കണ്ടെത്തിയ എവിഡൻസസ് ആണ്. ഇതുകൊണ്ട് ഇനി വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇന്ദുവിനെ ഏൽപ്പിക്കാനാണ് അവൻ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത്. ഞാൻ ഇറങ്ങാം. ഇനി ഇന്ന ഫ്ലൈറ്റ് മിസ്സാവും. കൂടെയുള്ളത് ഫ്രണ്ടാണ്. അവൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ശരി. சார் 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 ஒரு நிமிஷம் சார் சார் என்ன விஷயம்? இல்லை நான் என்னோட அப்பார்ட்மெண்ட் லோடு விஷயமா சிஎம் பார்த்து பேசிட்டு போகலான்னு. ஊரே பத்திட்டு இருந்து சிஎம்ல நெருப்பா இருக்காரு. அப்பா லோன் அப்புறம் போய் முருதே என்னாச்சு? 3 மணி நேரத்துக்கு முன்னாடி இன்னும் 2 பேரும் அந்த பக்கம் போயிட்டாங்க. இங்க பாருங்க 30-32 கூடி போச்சு. அந்த எம்எல்ஏக்களை எங்கே ஒளிச்சு வச்சிருக்காங்கன்றதை ஏதாவது கண்டுபிடிச்சிங்களா? ட்ரேஸ் பண்ணிட்டோம் சிஎம். பட் நமக்கு ரீச் ஆகிறதுக்குள்ளே அவங்க லொக்கேஷனை மாற்றிக்கிறாங்க. மொபைலை வச்சு கண்டுபிடிச்சிருவோங்கிறதுக்காக எல்லாரும் ஃபோனையும் சுவிட்ச் ஆஃப் பண்ணி வச்சுருக்காங்க. அவங்களுக்கு மட்டும் இது எப்படி தெரியுது? சார் நம்ம சைட்லேருந்து யாரும் தகவல் சொல்கிறாங்கன்னு நினைக்கிறேன். உடனே அது யாருன்னு கண்டுபிடிங்க. ஸோ என்னாச்சு? சிஎம்க்கு எல்லா விஷயமும் தெரிஞ்சு போச்சு. இது உங்கள் பர்சனல் ரெசார்ட்னால அவங்களால இதை கண்டுபிடிக்க முடியல. ஆனால் நாளைக்கு மட்டும் நம்ம ஆட்சியை பிடிக்கலன்னா எல்லாம் முடிஞ்சு போச்சு. லீவ் இட். அதை விட பெரிய பிரச்சனை. காலையில் 10 மணிக்கு முன்னாடி மொத்த பணத்தையும் கொடுத்ததா கவர்னர்கிட்ட வருவேன்னு இந்த நாய்ங்க இப்போ சொல்லுது. இப்போ என்ன பண்ணுறது சார்? டோன்ட் வரி. தேவையான ஹார்ட் கேஷ் நமக்கு வேண்டிய 1-2 பேங்க்கில் ஒதுக்கி வச்சுருக்கேன். அதை கொண்டு வர ஏற்பாடும் பண்ணிட்டேன். நான் கூப்பிடுறப்போ நீங்கள் பணம் வாங்க மட்டும் வந்தால் போதும். ജെറിച്ചേട്ടന്റെ മേർഡറിൽ ആകെയുള്ള സാക്ഷി സിത്താര ചേച്ചിയാണ്. അവർക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇപ്പൊ പോലീസ് ഇപ്പൊ പരാതി എടുത്തിട്ട് എന്താ കാര്യം? എന്ന് വെച്ച് ഇത്ര വലിയൊരു ക്രൈം നടന്നിട്ട് നമ്മൾ എന്താ മിണ്ടാതിരിക്കണോ? ആൻഡ്രു സാറാ, കൊച്ചിൻ്റെ ജോലി പോയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അന്വേഷിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞേ. ആൻഡ്രു സാറേ. ജോസേ, ഇന്ദു മേഡത്തിൻ്റെ ജോലി പോയത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ കളിയാണ്. നീ വെട്രിവേൽ ഷൺമുഖസുന്ദരം എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ്ട് ഇപ്പോൾ കണ്ടായിരുന്നു. വെട്രിവേൽ ഈ ചെന്നൈയിൽ ഒരു അൺനോൺ കിങ് മേക്കറാണ്. അയാളങ്ങനെ ലൈം ലൈറ്റിൽ വരാറില്ല. പക്ഷേ അയാളുടെ സിൻഡിക്കേറ്റിൻ്റെ എന്താ പറയുക, ആ ഒരു ബ്ലാങ്കറ്റ് ഓഫ് ഫിയർ അതെല്ലായിടത്തും ഉണ്ട്. കില്ലിങ് ഈസ് ജസ്റ്റ് എ സ്പോട്ട് ഫോർ ഹിം മാൻ. അയാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് മാഡത്തിൻ്റെ ജോലി പോയത്. ജോസേ, ഇന്ദുവിനോട് ഇവിടുന്ന് പോയിക്കോളാൻ പറ. ജോസ് ഇവിടുന്ന് മാറിക്കോ. വെട്രിവേലാണ് ഇതിന് പിന്നില്ലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. നിങ്ങൾ ഇനി നാട്ടിലേക്ക് വരണ്ട. പൈസയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ, ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. എന്നാ അങ്ങനെ ആട്ടെ സാറേ. കൈ കിട്ടുന്നതെല്ലാം കെട്ടിപ്പറിക്കും. ഞാൻ അമ്മയെ പിടിച്ചിട്ട് വേഗം എന്നിട്ട് വരാം. നമുക്ക് ഉടനെ നാട് പിടിക്കാം. എന്തിനാ നമ്മൾ എന്തിനാ പേടിച്ചോടുന്നത്? പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാണ്. കൊച്ചു എന്നതായി പറയുന്നത്? പോലീസുകാരെ മുഴുവൻ അവൻ്റെ പോക്കറ്റിലായിരിക്കും. എല്ലാരെയും ഒരുമിച്ച് വിലയ്ക്ക് വാങ്ങിയത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല. ഐ നോ സമൺ ഹൂസ് ആൻ ഓണസ്റ്റ് കോപ്പ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ മീഡിയ പോകും. കൊച്ച ഏത് പള്ളിപ്പരുന്നാലും കവലയിലും കിടന്ന് മുണ്ടുമടക്കി കുറിച്ച് അടിയുണ്ടാക്കുന്ന പോലത്തെ കളിയല്ല. ഇത് തലപോണ കേസാ. നമ്മൾ 4 പേരും ചത്തു മരിച്ച് റൊട്ടി കിടന്ന ഒരു പട്ടിയും ചോദിക്കാനുണ്ടാകില്ല. അവിടെ വേഗം വേണം. ജോസ് നിൽക്ക്, ഞാൻ നോക്കട്ടെ. ഹലോ സുകുമാർ സർ.